ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ഒരു ഇടിവെട്ട് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും എല്ലാം ബെസ്റ്റ് കോംബോയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, അതിനോടൊപ്പം 1 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും നന്നായി ഒന്ന് ചതച്ച് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 4 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റാം. ഞാൻ നേരിയതായി അരിഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണ്, നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ 3 എടുത്താൽ മതിയാവും. ഈ സവാളയെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകത്തിന് മിക്സ് ഇട്ട് കൊടുത്ത് വഴറ്റാം. സവാളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും റെഡിയാക്കി വെക്കുക. ഒരു തക്കാളി മതിയാവും. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും. മല്ലിയില ഇല്ലാത്തവർക്ക് കറിവേപ്പില യൂസ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം വളരെ കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. ആവശ്യമെങ്കിൽ രണ്ടാമത് ചേർക്കാം. സവാള ഇഞ്ചിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളി ഉടഞ്ഞു വരുന്നവരെ വഴറ്റണം. കണ്ടില്ലേ, തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ പോകുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റണം. ഈ സമയത്ത് കരിഞ്ഞു പോകരുത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കറി നന്നായിട്ട് തിളപ്പിക്കണം. കറി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരട്ടെ. അതിലേക്ക് 2 മുട്ട പൊടിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 2 മുട്ടയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് 2 ഇട്ടത്. നിങ്ങൾക്ക് അതിലേക്ക് 3 ഇടാം. ആവശ്യത്തിനുള്ള ഗ്രേവി കാണും. ഇനി ഗ്രേവി എല്ലാം മുട്ടയിലേക്കൊന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഇത് ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഗ്രേവി കുറച്ച് വേണമെന്നുള്ളവർക്ക് ഒത്തിരി റോസ്റ്റ് ആക്കണമെന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് പ്രോസസ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. കണ്ടോ, ഗ്രേവിയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കൂട്ടി നമ്മൾ ഇടിയപ്പമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കഴിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല.